ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് പഴയ കാലത്ത് കഴിച്ചിട്ടുള്ള സേമിയ ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്തേക്ക് വെച്ചിട്ടുണ്ട്, സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് പാൻ ചൂടാവട്ടെ. നമുക്ക് ആ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ നെയ്യൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പം നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ് കേട്ടോ. ഞാനൊരു 1/2 കപ്പിൽ താഴെ എടുത്തിട്ടുണ്ട്. വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തേണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം നേരം റോസ്റ്റ് ചെയ്യണ്ട. റോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു 2 മിനിറ്റ് ഇത് മതി. നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം, ഞാൻ 1.25 കപ്പ് തിളപ്പിച്ച് വെച്ചേക്കണം കേട്ടോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ സേമിയ ഇതിൽ നന്നായിട്ട് വേവണം. നമുക്കൊന്ന് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയത്തിലും അല്പം കൂടി കുറച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുക കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇത് കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയയും പാലും കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലൊക്കെ നന്നായി തിളച്ചു കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി ഇടാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇടുന്ന സേമിയ നന്നായിട്ട് വേവുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിടാം. തിളച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു പിഞ്ച്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ഒരു 1/2 കപ്പ് പഞ്ചസാര ഇടാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ഇടുന്നില്ല. അതിന് പകരം ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇത് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ നമുക്ക് ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഐസ്ക്രീമിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി മധുരം നിങ്ങൾക്ക് ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരയോ കൂട്ടിച്ചേർക്കുക കേട്ടോ. 1/2 കപ്പിൽ നിന്ന് കുറച്ചുകൂടി പഞ്ചസാര കൂട്ടിച്ചേർക്കുക. നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കയ്യിലുണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ഏലക്ക പഞ്ചസാര നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ട് അത് അതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 1/2 സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കേട്ടോ. ഒരുപാട് വറ്റാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഇത്തിരി ലൂസായിട്ടിരിക്കണം കേട്ടോ. അത് ഒരുപാട് വറ്റി കഴിഞ്ഞാൽ പായസം പോലെ ഇരിക്കും. അപ്പോൾ അത് ഒരുപാട് വറ്റാതെ ഇത്തിരി ലൂസിലെടുക്കുക. ചൂടാറുമ്പോൾ ഒന്നും കൂടിയും ഇത് ഒന്ന് തിക്കാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അത് ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നമ്മൾ സേമിയ വെച്ചിരുന്ന ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലത്തെ മോൾഡാണ് എടുത്തിരിക്കണേ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കൊരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.